മഹാരാജാവുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന രണ്ടുപേരാണ് അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത്. ഒന്ന് ശ്രീ കിഴക്കേ മഠം ഗോവിന്ദൻ നായർ. കൊട്ടാര സംബന്ധമായ ചരിത്രരേഖകളുടെ ഏറ്റവും വലിയ സൂക്ഷിപ്പുകാരനാണ് അദ്ദേഹം. മഹാരാജാവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലിവിങ് എൻസൈക്ലോപീഡിയ. മറ്റൊന്ന് മഹാരാജ സ്റ്റുഡിയോയുടെ ഉടമ ശ്രീ രാജൻ. എത്ര കാലമായി മഹാരാജാവുമായിട്ടുള്ള ഈ അടുപ്പം? ഞങ്ങളുടെ അടുത്ത് ഏട്ടയ്ക്കൊരു മകൻ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ഒരു നാഗർ പ്രതിഷ്ഠയെ സംബന്ധിച്ച് ഉദ്ഘാടന കർമ്മത്തിന് അദ്ദേഹം NSS കരയോഗ ഹാളിൽ വന്നിരുന്നു. അന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായ മാധവൻ തമ്പി എന്നെ വിളിച്ച് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. അതാണ് എൻ്റെ ആദ്യത്തെ സന്ദർശനം. എൻ്റെ പിതാവ്, പിതാമഹൻ തുടങ്ങിയവർ സംഭരിച്ചു വച്ചിട്ടുള്ള രേഖകളും മറ്റും ഇന്നും ഭംഗിയായി സൂക്ഷിച്ചു വരുന്നു. ചില വിദ്യാർത്ഥികൾക്കെല്ലാം അത് ഉപകരിക്കുന്നുമുണ്ട്. ശ്രീ രാജൻ ഈ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അല്ലേ കൂടുതലുമായി തിരുമനസുമായിട്ടുള്ള അടുപ്പം? അതെ, ഞാൻ അവിടുത്തെ തുടക്കം എന്ന് പറയുന്നത് ഞാനെടുത്തൊരു ഫോട്ടോ തിരുനാൾ മഹാരാജാവ് തിരുമനസ് കാണാനിടയായി. അങ്ങനെ അത് സെക്രട്ടറിയോടോ ആരോടോ ചോദിച്ചു. ഒരു വിളക്കിൻ്റെ പടമായിരുന്നു. അങ്ങനെ ആളെ വിട്ട് വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് വല്യമ്പ്രാനുമായിട്ട് ഞങ്ങളൊരു ബന്ധം വളരെ 8 വർഷത്തോളം ഉണ്ടായിരുന്നെങ്കിലും തമ്പുരാൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. കാരണം തുടക്കത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് ആൾ പേടിപ്പിക്കുന്ന രീതിയിൽ, അതായത് പണ്ടത്തെ കാലത്തൊക്കെ വല്യമ്പ്രാനെ പോലെ അല്ല ഇതെന്ന്. അപ്പോൾ കഴിവതും ഞാൻ മാറി നിന്നിട്ടുള്ളൂ. അപ്പോൾ തമ്പുരാൻ നാട് നീങ്ങിയതിന് ശേഷം ആ വല്യമ്പ്രാൻ്റെ കുറേ ഫോട്ടോ ശേഖരങ്ങൾ എൻ്റെ കയ്യിൽ പെട്ടു. പിന്നെ അതിൻ്റെ ഒരു ശേഖരം കൂടെ ശേഖരിക്കുന്ന കൂട്ടത്തിൽ പിന്നെ ഞാനങ്ങനെ പല ഫോട്ടോസും അങ്ങനെ ശേഖരിക്കുന്ന കൂട്ടത്തിൽ വലിയ ഒരു കെട്ട് നെഗറ്റീവ് ഒരിടത്ത് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടു, പാലസിൽ തന്നെ. ആ നെഗറ്റീവുകളെല്ലാം എടുത്ത് വെച്ച് നോക്കിയപ്പോൾ അത് തമ്പുരാനെടുത്ത നെഗറ്റീവ്സ് ആയിരുന്നു. ആ ഇങ്ങനെ ഒത്തിരി നെഗറ്റീവ്സ് കിടക്കുന്നല്ലോ തമ്പുരാനെ, അതങ്ങനെ ആൾക്കാരെ കാണിക്കാനുള്ളൊരു അവസരം ഉണ്ടാവണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഓഹോ എന്നൊരു മറുപടി പറയുകയും പിന്നെ ഇങ്ങനെ ആ ബന്ധം തുടർന്ന് പോവുകയും, അതായത് ഞാനും തമ്പുരാനായിട്ട് ഒരിക്കൽ കുളച്ചൽ ഞങ്ങൾ പോയപ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. രാജനെ മതിൽ ചാടിച്ചാണ് ഫോട്ടോ എടുപ്പിച്ചത്. തമ്പുരാൻ പറയുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു തന്നത് ഒരു 7 പാദം ദാസൻ്റെ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത്രയും മാർത്താണ്ഡവർമ്മ നിൽക്കുന്ന അതേ രീതിയിൽ ഹൈറ്റുള്ള ഒരാളിൻ്റെ ഫോട്ടോ എടുക്കണം, എന്നിട്ട് ഈ പാദവും കൂടെ ചെയ്ത് കൊണ്ടുവരണം. ബാക്കി തമ്പുരാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് കൂടുതൽ എനിക്കത് മനസ്സിലായിട്ടുമില്ല. ഇപ്പോൾ ഒരു ഫ്രെയിം എടുക്കാൻ വേണ്ടി തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ഭൂന്തമാലയിലുള്ള ശ്ലോകത്തിനെ കാണത്തക്കോണാക്കാനുള്ള ആഗ്രഹം. ഇവിടെ വന്നതിനും ഈ അനുഭവങ്ങൾ പങ്കിട്ടതിനും ഒരുപാട് നന്ദി.